കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഇളമാട് ബസ് കാത്തുനിന്ന ഡ്രൈവർക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം. ഇളമാട് സ്വദേശി സേതുവിനെയാണ് ഇളമാട് ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് തെരുവ് നായ കടിച്ചത്. വലത് കാലിന്റെ മുട്ടിന് താഴെ പരിക്കേറ്റ സേതു അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ തേടി. പിക്കപ്പ് ഡ്രൈവറായ സേതു വാഹനം എടുക്കുന്നതിനായി പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോൾ രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. ഇളമാട് പഞ്ചായത്തിലെ ഭയങ്കര തെരുവ് നായ ശല്യമാണ്. ഏകദേശം ഒരു 10-250 തെരുവ് നായ റോഡുകളെ കിടന്ന് നെട്ടോട്ട് കൂടുക. കൊച്ചുങ്ങളെ കടിക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്താനായിട്ട് എന്തെങ്കിലും സർക്കാരോ പഞ്ചായത്തോ എന്ന് മുൻകൈയിട്ട് ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്, എന്നെ കടിച്ചത്. ആ പട്ടി ഓടി വന്നിട്ട് എന്നെ കയ്യിൽ കയറി പിടിച്ച് കയ്യിൽ കൊടുങ്ങപ്പോഴത്തേക്ക് എൻ്റെ ഈ മുട്ടിന് താഴെ കടിച്ചു പറിച്ചു. അതാണ് സംഭവിച്ചത്. അവിടെ നിന്ന് എന്നിട്ട് അത് അവിടെ കിടക്കൊണ്ടല്ല പട്ടി കിടന്നത്. അതേസമയം കിഴക്കൻ മേഖലയിൽ അടുത്തിടെയായി തെരുവ് നായ ശല്യം അതിരൂക്ഷമാകുമ്പോഴും കാര്യമായ പ്രതിരോധ നടപടിയൊന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ബസ് സ്റ്റോപ്പുകൾ, പാതയോരങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ കൂടുതലായി എത്തുന്നിടങ്ങളിലെല്ലാം തെരുവ് നായകളുടെ ശല്യം കൂടുകയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് അലയമൺ പഞ്ചായത്തിലെ കടവറത്ത് ചെറുമകളെ സ്കൂളിലാക്കി മടങ്ങിയ വയോധികയെ തെരുവ് നായ ആക്രമിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മുഖത്തും മൂക്കിലും ഉൾപ്പെടെ പരിക്കേറ്റ വയോധികയെ പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നാട്ടുവാർത്ത, അഞ്ചൽ.